ഹലോ, വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ എന്തുണ്ട് വിശേഷം? ഇന്ന് വിഷു ആണ്. വിഷു ആശംസകൾ എല്ലാവർക്കും ആദ്യമേ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിൽ എന്താണ് നടക്കുന്നത് എന്നുള്ള കാര്യം ചർച്ച ചെയ്യാം. അപ്പം ട്രംപിൻ്റെ സോഷ്യൽ മീഡിയ സോഷ്യലിൽ ഇറാൻ യുദ്ധം അവസാനിച്ചു എന്നൊക്കെയുള്ള രീതിയിൽ ഒരു കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് അത് സത്യാവസ്ഥ എന്നൊക്കെ ഉള്ളത് വരുന്ന മണിക്കൂർ മാത്രമേ നമുക്കറിയാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഡോ ജോൺസ് ഫ്യൂച്ചർ 86 പോയിന്റ് അപ്പാണ്. S&P 500 81 ആൻഡ് 455 പോയിന്റ് അപ്സൈഡിൽ ക്ലോസും ചെയ്തിട്ടുണ്ട്. യൂറോപ്യൻ മാർക്കറ്റ്സ് പൊതുവെ പോസിറ്റീവാണ് ആൻഡ് ഓൾ ഏഷ്യൻ മാർക്കറ്റ്സ് ട്രേഡ് ചെയ്യുന്നത് പോസിറ്റീവ് നോട്ടിലാണ്. നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റി 349 പോയിന്റ്സ് അപ്സൈഡിൽ ട്രേഡ് ചെയ്യുകയാണ്. സോ മാർക്കറ്റ് എന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം തുടങ്ങുമ്പോഴത്തേക്ക് പോസിറ്റീവ് നോട്ടിലാണ് തുടങ്ങാൻ സാധ്യതയുള്ളത്. ആൻഡ് ഇന്നലെ നോക്കുവാണെങ്കിൽ തന്നെ ലാസ്റ്റ് ട്രേഡിംഗ് നോക്കുവാണെങ്കിൽ തന്നെ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടില്ല, മറിച്ച് മാർക്കറ്റ് ചെറിയ ഡൗൺ സൈഡ് വന്ന ശേഷം അപ്സൈഡ് മൊമെന്റം കീപ്പ് ചെയ്തു എന്നുള്ളതാണ് കാണുന്നത്. ഇപ്പോൾ നമുക്കൊരു 1 hour ചാർട്ടിലേക്ക് നോക്കുമ്പോഴത്തേക്കും കണ്ടില്ലേ, മാർക്കറ്റ് എന്താണ് നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഈ ഒരു ഏരിയ നമുക്കൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. 23,450 എന്ന് പറയുന്നത് മാർക്കറ്റിന് ഡിമാൻഡ് എടുക്കാൻ കഴിയുന്ന ഒരു സോണായിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. എപ്പോഴും ഡൗൺ സൈഡ് വരാൻ സാധ്യതയുള്ള ഒരു പ്രോബബിലിറ്റി ഉണ്ടായാൽ അവിടെ നിന്ന് മാർക്കറ്റ് എവിടെ നിന്ന് അപ്സൈഡ് പോകുമെന്നൊരു വ്യൂ നമുക്ക് എപ്പോഴും വേണം. അപ്പം അങ്ങനെ ഒരു വ്യൂ ഉള്ള 2 സോൺ നമ്മൾ വരച്ചു വെച്ചിട്ടുണ്ട്, ഈ ഒരു 2 സോൺസ്. ആൻഡ് മാർക്കറ്റിൽ ഇനി നേരിടാൻ പോകുന്ന റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സപ്ലൈ സോൺസ് എന്ന് പറയുന്നത് 24,000. ഈ ഒരു 24,000 ആണ് മാർക്കറ്റിൽ പ്രധാനപ്പെട്ട രീതിയിൽ സെല്ലിംഗ് പ്രഷർ നേരിടാൻ പോകുന്ന സോൺ എന്ന് പറയുന്നത്. അത് 15 മിനിറ്റ് ചാർട്ടിൽ നമുക്കൊന്ന് നോക്കാം. കണ്ടില്ലേ, 24,080. ഈ ഒരു 24,000 വരുമ്പോൾ തന്നെ മാർക്കറ്റ് സെല്ലിംഗ് പ്രഷർ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അത് രണ്ടും ആ ഒരു ഏരിയ കടന്നു കിട്ടിയാൽ അടുത്തിനി ഉള്ളത് 24,300. 100 to 200 പോയിന്റ്സിന്റെ അപ്സൈഡ് മൊമെന്റം മേ ബി നമുക്ക് ഇവിടെ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്നത്തെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ, അപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി 300 പോയിന്റ്സ് അപ്സൈഡ് ആയതുകൊണ്ട് തന്നെ മേ ബി നമുക്കൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് കാണാൻ കഴിയും. അപ്പോൾ ആ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നിലനിൽക്കുകയാണെങ്കിൽ തന്നെ 24,300 റേഞ്ച് ബ്രേക്ക് ചെയ്ത് അപ്സൈഡ് പോകുമോ ഇല്ലേ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം നിലനിൽക്കുന്നത്. ആൻഡ് നമുക്ക് ഈ ഒരു ഏരിയയിൽ 24,600 ആൻഡ് 24,800 റൗണ്ട് ഫോൺസ്, അപ്പോൾ ഈ ഒരു ഏരിയാസിലൊക്കെ മാർക്കറ്റിൽ സെല്ലിംഗ് പ്രഷർ നേരിടാവുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നിഫ്റ്റിയുടെ വ്യൂ ഞാൻ എന്തായാലും ലൈവായിട്ട് ടെലിഗ്രാം ചാനലിൽ എൻ്റെ ഒരു വ്യൂ ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനൽ കാര്യം പറയുമ്പോഴത്തേക്കും നമ്മുടെ ചാനൽ ആക്റ്റീവായിട്ട് മുൻപോട്ട് പോകുന്നുണ്ട്. സോ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. പഴയ ചാനൽ പോയ ശേഷം പുതിയത് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ 100+ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പം ലിങ്ക് കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ഞാൻ കൊടുക്കുന്നതായിരിക്കും. എല്ലാവരും മാക്സിമം ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്യാൻ കഴിയുന്നവർക്ക് അതുവഴി തന്നെ മെസ്സേജ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ഡൗട്ട്സ് എല്ലാം ചോദിക്കാവുന്നതാണ്. എന്നെക്കൊണ്ട് കഴിയുന്ന സഹായമല്ല ഞാൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ. ആൻഡ് ന്യൂസസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ന്യൂസ് എന്ന് പറഞ്ഞാൽ ഉത്തർപ്രദേശിലെ പല ഇൻഡസ്ട്രിയൽ ഏരിയാസിലും വെയ്ജ് ഇഷ്യൂ ആയി ബന്ധപ്പെട്ട സമരവും അത് പലയിടത്ത് അക്രമാസക്തമായിട്ടുണ്ടെന്നൊക്കെ ഉള്ള ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഒരു ഇമ്പാക്ട് പല സ്റ്റോക്സിൽ ഉണ്ടാവോ ഇല്ല എന്നുള്ളത് ഇന്നത്തെ മാർക്കറ്റ് അവേഴ്സിൽ നമുക്ക് നോക്കാം. ക്വാർട്ടർലി ഏർണിംഗ്സ് വന്നിട്ടുണ്ട്. ICICI Prudential അസറ്റ് മാനേജ്മെന്റിന്റെ ആണെങ്കിൽ പ്രോഫിറ്റ് റവന്യൂ ഗ്രോത്ത് ഉണ്ടായിട്ടുള്ള ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. ICICI Prudential ലൈഫ് ഇൻഷുറൻസ് കമ്പനിക്കാണ് പ്രോഫിറ്റ് സോർ ചെയ്തിട്ടുണ്ട്, നെറ്റ് പ്രീമിയം ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. IRSSBLന്റെ പ്രോഫിറ്റ് ആൻഡ് റവന്യൂ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. സ്വരാജ് എൻജിൻസിന്റെ പ്രോഫിറ്റ് ആൻഡ് റവന്യൂ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് റെയിൽടെൽ കോർപ്പറേഷന്റെ ന്യൂസ് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അവർക്ക് ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ് കിട്ടിയിട്ടുണ്ട്. 564.5 കോടിയുടെ ഒരു ഓർഡർ ആണ് വന്നിട്ടുള്ളത്. അത് പോസിറ്റീവായിട്ട് റെയിൽടെലിന് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. HG ഇൻഫ്രയ്ക്ക് 519.33 കോടിയുടെ മിർസാപൂർ തെർമൽ എനർജിയുടെ ഒരു എക്സിക്യൂഷൻ ഓർഡർ വന്നിട്ടുണ്ട്. സോ ടോട്ടലി നല്ലൊരു ഇത് വന്നിട്ടുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട ന്യൂസ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ബാങ്ക് ആവാനുള്ള റിക്വസ്റ്റ് ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക് RBI കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ആസ് ഓഫ് നൗ RBI അത് റിട്ടേൺ ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു ന്യൂസാണ് ഇപ്പം പുറത്ത് വന്നിരിക്കുന്നത്. അത് കമ്പനിക്ക് നെഗറ്റീവ് ആവുമോ എന്ന് ചോദിച്ചാൽ അത് നമുക്ക് നോക്കാം. ഒരു ലോൺ പോർട്ട്ഫോളിയോയിൽ കൂടുതൽ ശ്രദ്ധ ഡൈവേഴ്സിഫൈ ചെയ്യാനായിട്ടാണ് RBI ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്കിൽ പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് അവിടെ നോക്കാം. പിന്നെ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷന്റെ ബോണസ് ഇഷ്യൂ ഷെയർ നമ്മൾ ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു ന്യൂസ് ഉണ്ട്. പിന്നെ ടാറ്റ കമ്മ്യൂണിക്കേഷന്റെ ന്യൂസ് എന്ന് പറയുന്നത് മാനേജിംഗ് ഡയറക്ടർ ആൻഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് AS ലക്ഷ്മി നാരായണ റിട്ടയർ ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു ന്യൂസ് ഉണ്ട്. ഓക്കെ, അപ്പം കുറച്ച് ന്യൂസസ് ഇങ്ങനെ ടോട്ടലി ഉണ്ട്. പിന്നെ ഗെയിൽ ഇന്ത്യയുടെ എന്ന് പറഞ്ഞ കമ്പനി ഒരു 3,294 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. ഗ്രീൻഫീൽഡ് 600 മെഗാവാട്ട് സോളാർ പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്, ഉത്തർപ്രദേശിലാണ്. ഇപ്പൊ ന്യൂസസ് ഒരുപാട് ഇങ്ങനെ കമ്പനിയുണ്ട് വരുന്നുണ്ട്. പിന്നെ ഡിക്സൺ ടെക്നോളജീസും മദേഴ്സൺ ഇന്റർനാഷണലും ഒരു
ലേബർ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട സമരവും അതിൽ നിന്ന് അക്രമാസക്തമായ കാര്യങ്ങളെയും കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട്. കമ്പനിയുടെ ഒരു നടത്തിപ്പിന് അത് ബാധിച്ചിട്ടില്ല എന്നും അത് ബാക്കിയുള്ള കാര്യങ്ങൾ നോർമൽസിയിൽ ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്നുള്ളൊരു ന്യൂസ് ഇപ്പം നിലവിൽ ഉണ്ട്. ഓക്കെ, അപ്പം സ്റ്റോക്സിന്റെ കാര്യങ്ങളെല്ലാം നമ്മുടെ ടെലിഗ്രാം ചാനൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ നോക്കുന്ന കമ്പനികളിൽ ഒന്ന് ഇന്ന് MCX ആയിരിക്കും. MCX അത്യാവശ്യം നല്ലൊരു പാറ്റേൺ കാണിക്കുന്നുള്ളതുകൊണ്ട് ഞാൻ MCX ഇന്ന് എന്റെ വാച്ച് ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. ലെറ്റ്സ് സീ. അപ്പം MCXനെ ഇന്ന് ഈ ഒരു ബുള്ളിഷ്നെസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് നമുക്ക് ഇന്ന് വരുന്ന മണിക്കൂറുകളിൽ അറിയാം. MCX എന്തായാലും നല്ലൊരു പാറ്റേൺ കാണുന്നുണ്ട്. ഒരു സപ്ലൈ ക്ലിയർ ചെയ്യാനുള്ള ഒരു ശ്രമം MCX നടത്തുന്നുണ്ടെന്നുള്ളത് പോസിറ്റീവായിട്ട് നമുക്ക് കാണാം. ഓക്കെ, പിന്നെ ഏതർ എനർജി നിങ്ങൾ കണ്ടു കാണും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പഠിക്കാനായിട്ട് എടുത്ത സ്റ്റോക്കാണ്. ഏതർ സിസ്റ്റം പോയി. ഏതർ എനർജി അത്യാവശ്യം നല്ലൊരു മൂവ്മെന്റ് ഏതർ എനർജിയും തന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ടാർഗറ്റ് ഒക്കെ അടിച്ച് നിൽക്കുവാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ കുറെ സ്റ്റോക്സ് ഉണ്ട്. അപ്പം വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ സ്റ്റോക്സിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യാം. ആൻഡ് ടെലിഗ്രാം ചാനലിൽ ഞാൻ കൂടുതൽ സ്റ്റോക്സ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്, നമുക്ക് ഡിസ്കഷൻ ചെയ്യാനുള്ളത് ഞാൻ ഇടാനായിട്ടുള്ള ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, സോ താങ്ക് യു.